പ്രിയപ്പെട്ടവരെ, ഇതിനിടയിൽ CPI തർക്കമുണ്ടല്ലോ. പ്രതിപക്ഷ ഉപനേതാവ് വിഷയവുമായി ബന്ധപ്പെട്ട് അതിലൊരു വാർത്ത വന്നിട്ടുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വിട്ടു നൽകില്ലെന്ന പ്രസ്താവനയിൽ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി CPI കേന്ദ്ര നേതൃത്വവും. പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കാൻ മാധ്യമങ്ങൾ പിണറായി വിജയനോട് പറയണമെന്ന് ഡി രാജയുടെ പരിഹാസം. ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ കഴിയണമെന്നും ഡി രാജ തുറന്നടിച്ചു. Our State Secretary, Comrade Binay Vishwam, has already reacted. As far as our party is concerned, the demand for deputy leader is a genuine one, and it is not unreasonable. And Comrade Pinarayi Vijayan, being a senior leader of the entire left movement in India, must be more accommodative. That can strengthen further the LDF, and it will send a message not only in Kerala, across the country, that left is working together with proper understanding and commitment. It can be negotiated. After all, what is there? It is a deputy leader position, and CPI is part of LDF, and everybody knows. And CPI is one of the important constituents of LDF. And the CPI has been demanding this, and it was being discussed bilaterally. And why Comrade Pinarayi made such a statement, I don't know. I'm just asking that this is a non-negotiable thing for CPI? No, we are negotiating. You ask that question to CPM. Is it non-negotiable? We are negotiating. We want to be deputy leader in the house, and we think it is a reasonable demand. എത്ര സമ്മർദ്ദമുണ്ടായാലും പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്ക് നൽകേണ്ടെന്ന നിലപാടിൽ CPI അനുനയിപ്പിക്കാനും CPIM മുൻകൈ എടുക്കില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നോബൽ ബാരിക്കാരനുണ്ട്, റഹീസ് റഷീദുണ്ട്. ആദ്യം നോബൽ ബാരിക്കാരനിലേക്ക്. നോബൽ ബാരിക്കാരൻ, ഡി രാജയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് തങ്ങൾ പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയല്ലേ CPIക്ക് ഈ വിഷയത്തിൽ? വേണ്ടിവന്നാൽ LDFുമായി ഒരുമിച്ച് പോകേണ്ടതില്ല എന്ന് വെച്ചാൽ അങ്ങനെയും തീരുമാനിക്കും എന്നുകൂടി വായിച്ചെടുക്കാമോ? അരുൺ, ഡെപ്യൂട്ടി ഉപനേതാവ് പദവി, ഡെപ്യൂട്ടി പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഇപ്പോൾ എന്താണെങ്കിലും CPI വ്യക്തമാക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, പിണറായി വിജയൻ ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണം എന്ന് മാധ്യമങ്ങൾ തന്നെ പറയണം എന്ന് ഡി രാജ വ്യക്തമാക്കുന്നു. എല്ലാവരെയും ഉൾക്കൊണ്ടുപോകണം. ഇടതുപക്ഷത്തിന്റെ പ്രധാന നേതാവാണ് പിണറായി വിജയൻ. എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്നത് ഒരു വലിയ സന്ദേശം നൽകും എന്നാണ് ഇപ്പോൾ ഡി രാജ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതാണെങ്കിലും ഡെപ്യൂട്ടി നേതാവ് പദവിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ CPI ആഗ്രഹിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട നെഗോഷിയേഷൻ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ ദേശീയ നേതൃത്വങ്ങൾ, പ്രത്യേകിച്ച് CPMന്റെയും CPIയുടെയും ദേശീയ നേതൃത്വങ്ങൾ വീണ്ടും ചർച്ചകളിലേക്ക് പോകും എന്ന കാര്യവും വ്യക്തമാക്കുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ MA ബേബിയുമായി ഡി രാജ ചർച്ച നടത്തിയിരുന്നു. പിന്നീട് സംസ്ഥാന ചർച്ചകൾ നടക്കട്ടെ, പിന്നീട് ആവശ്യമെങ്കിൽ ഇടപെടാം എന്തായിരുന്നു രണ്ട് പാർട്ടികളുടെയും ദേശീയ നേതൃത്വം എടുത്ത നിലപാട്. ഇപ്പോൾ പിണറായി വിജയൻ ഇത്തരത്തിൽ ഈ പദവി വിട്ടു നൽകാൻ കഴിയില്ല നിലപാട് കൃത്യമായി തന്നെ പറഞ്ഞ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇതിൽ വേണ്ടി വന്നാൽ ദേശീയ നേതൃത്വങ്ങൾ, പ്രത്യേകിച്ച് MA ബേബിയുമായി ചർച്ചകൾ നടത്തും എന്നാണ് ഇപ്പോൾ ഡി രാജ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ പദവിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഈ പദവി തങ്ങൾക്ക് വേണം എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ എന്താണെങ്കിലും ഡി രാജ ഉള്ളത്. അതിൽ കൃത്യമായ നിലപാട് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു. ഇടതുപക്ഷത്തിന്റെ ഐക്യം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ ആവശ്യം എന്താണെങ്കിലും ഉന്നയിക്കുകയും ചെയ്യുന്നത്. പ്രധാനപ്പെട്ട LDFിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ് CPI. സ്വാഭാവികമായും CPIക്ക് ആ പദവി കിട്ടേണ്ടത് പ്രധാനപ്പെട്ട ആവശ്യമാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് വേണം എന്ന നിലപാട് അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ CPI എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഡി രാജയുടെ പ്രതികരണം അത് തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും ഇനിയിപ്പോൾ ദേശീയ തലത്തിൽ ഒരുപക്ഷെ CPI ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോയേക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സംസ്ഥാനത്ത് ഏറെക്കുറെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 മാസം പിന്നിടുമ്പോഴും പ്രതിപക്ഷ ഉപനേതാവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒരു സമവായത്തിലെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ട്. ഇപ്പോഴും ആ പദവി വേണം എന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടൽ നടത്തേണ്ട സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആവശ്യമെങ്കിൽ MA ബേബിയുമായി ചർച്ച നടത്തുമെന്ന നിലപാട് ഡി രാജ വ്യക്തമാക്കിയത്. അരുൺ, റഹീസ് റഷീദ് കൂടിയുണ്ട്. റഹീസ് റഷീദ്, ഡി രാജയുടെ വാക്കുകൾ കുറച്ച് പരിഹാസത്തോടു കൂടിയുള്ളതാണെങ്കിലും CPMനുള്ള മറുപടിയാണ്. CPM ഈ വിഷയത്തിൽ CPI എത്ര കടുപ്പിച്ചാലും അയയില്ല എന്ന് തന്നെയല്ലേ? അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. ഡി രാജ പറഞ്ഞതും ബിനോയ് വിശ്വം പറഞ്ഞതും ഏതാണ്ട് ഒരുപോലെയാണ്. LDFന്റെ മുതിർന്ന നേതാവാണ് പിണറായി വിജയൻ എന്ന് ഡി രാജ പറഞ്ഞു. അതിനടുത്ത വാക്കാണ് മിനിഞ്ഞാന്ന്
ബിനോയ് വിശ്വം പറഞ്ഞത് അതിൻ്റെ രാഷ്ട്രീയ പക്വത പിണറായി വിജയൻ കാണിക്കണം. അത് കാണിച്ചിട്ടില്ല. അതായത് സംസ്ഥാന നേതൃത്വത്തിന് ഒപ്പം ദേശീയ നേതൃത്വം നിൽക്കുകയാണ് എന്ന് മാത്രമല്ല, പിണറായി വിജയനോട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് മാധ്യമപ്രവർത്തകർ പറയണം എന്നൊരു പരിഹാസം കൂടി ഡി രാജയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും CPIM-നെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI-ക്ക് കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ അവരെത്തി. അത് നേരത്തെ എത്തിയതാണ്. പക്ഷേ CPI കുറച്ചുകൂടി സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് ആ പാർട്ടിക്കകത്തെ നേതാക്കൾ കൂടിയാലോചന നടത്തിയപ്പോൾ അങ്ങനെ ഒരു ചർച്ചയും ഇനി CPIM മുൻകൈയെടുത്ത് CPI അനുനയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരണ്ട. ഇതിന്റെ പേരിൽ CPI എന്ത് കാണിക്കുകയാണെങ്കിലും കാണിക്കട്ടെ എന്ന നിലപാടിൽ CPIM നേതൃത്വം എത്തിയിട്ടുണ്ട്. എങ്കിലും CPI-യെ ഇതിന്റെ പേരിൽ കൂടുതൽ വിമർശിച്ച് പ്രകോപിപ്പിക്കേണ്ട എന്ന തീരുമാനവും നേതാക്കൾക്കിടയിലെത്തി. മുതിർന്ന നേതാക്കൾക്ക് അത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബിനോയ് വിശ്വത്തിന് ഒരു തരത്തിലുള്ള മറുപടിയും മറ്റ് നേതാക്കളൊന്നും പറയണ്ട. പിണറായി വിജയന് പറയാനുണ്ടെങ്കിൽ പിണറായി തന്നെ മറുപടി പറയട്ടെ. കാരണം മറ്റാരെങ്കിലും മറുപടി പറഞ്ഞ് കൂടുതൽ വഷളാക്കണ്ട എന്നോർത്തിട്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യും എന്നാണ് നേതാക്കൾ പറഞ്ഞത്. സാധാരണഗതിയിൽ നാളെയാണ്, എല്ലാ ചൊവ്വാഴ്ചയുമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. പക്ഷെ ഓണമായതുകൊണ്ട് നാളെയില്ല. ഇനി ഒരുപക്ഷെ അടുത്ത ചൊവ്വാഴ്ച ആയിരിക്കും. അപ്പോഴായിരിക്കും അവർ വിഷയം ചർച്ചക്കെടുക്കുക. എന്തായാലും CPI കാണുന്നത് പോലെ ഇതൊരു സീരിയസ് ആയ വിഷയം പെട്ടെന്ന് ഇടപെട്ട് പറഞ്ഞ് പരിഹരിച്ച് ഒത്തുതീർപ്പിൽ കൊണ്ടുപോകണം എന്ന ഉദ്ദേശമോ ആഗ്രഹമോ CPIM-നില്ല. അവർ എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. അതായത് വെട്ടൊന്ന് മുറി രണ്ട് എന്ന നിലപാടിലാണ് CPIM ഉള്ളത്. താങ്ക് യു രാകേഷ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ CPIM-ഉം ആ വിഷയത്തിൽ അവരവരെ പിടിച്ചിരിക്കുന്ന കൊമ്പിൽ തന്നെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. CPIM ഒരു കാരണവശാലും അതിൽ വിട്ടുകൊടുക്കാനില്ല. ഇനി CPIക്ക് മറുപടി കൊടുത്ത് അലമ്പാക്കാനുമില്ല. CPI ഇതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല ഡോസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ സംഭവിക്കാതെ കാത്തിരുന്ന് കാണാം.